എല്ലാവരും കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ നിലനിൽക്കുന്ന ലൊക്കേഷനുകൾ നമ്മുടെ ബിസിനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിനുള്ള ഉണ്ടാകുന്ന പരാജയങ്ങളും മറ്റുള്ള കാരണങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഒരു 5 കാരണങ്ങൾ നമ്മുടെ ലൊക്കേഷനുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന തെറ്റുകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 കാരണങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ 5 കാരണങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മളത് പരിഗണിക്കുന്നത് നമ്മുടെ ലൊക്കേഷനായിരിക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷനുകൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? കാരണം ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല മാനദണ്ഡങ്ങളാണ് സാധാരണഗതിയിൽ നോക്കാറുള്ളത്. ഒരു ആസ്പയറിംഗ് റെസ്റ്റോറൻറ്റ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ യാത്രകൾ ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക്. പ്രധാനമായിട്ടും നമ്മൾ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വളരെ എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലൊക്കേഷൻ കണ്ടെത്തുന്നത്. ഇതൊരു ചെറിയ ഒരു തെറ്റായിട്ടാണ് ഞാൻ പറയാറുള്ളത്. കാരണം നമ്മുടെ സൗകര്യം നോക്കി നമ്മൾ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെ സക്സസ്സിലേക്ക് ചിലപ്പോൾ കൊണ്ടുവരില്ല. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഘടകം നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എത്താനുള്ള സൗകര്യം മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുക. ആ ബിസിനസ്സിന് വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൊക്കേഷനാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും പരിഗണിക്കാറില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്. അതേപോലെ തന്നെ നമ്മളുടെ ലൊക്കേഷനുകൾ നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം അനുകൂലമാണ് അത് ചില സമയത്ത് നമ്മൾ പരിഗണിക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു 1 hour ലൈവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ബിസിനസ് നിൽക്കുന്ന ലൊക്കേഷനുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം. അതോടൊപ്പം തന്നെ ഈ ലൈവിൽ പറയാനുള്ള ഒരു 5 പോയിന്റുകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ 5 പോയിന്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലൈവ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. പ്രധാനമായിട്ടും റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, ഒന്ന്, നല്ല ഫുഡ് കൊടുത്താൽ കസ്റ്റമർ വരും, അത് എവിടെയാണെങ്കിലും കസ്റ്റമർ വന്നോളും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇതൊരു പഴയ ഒരു കോൺസെപ്റ്റാണ്. കാരണം നല്ല ഭക്ഷണം കൊടുത്താൽ മതി, വേറെ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. ആളുകൾ കഴിച്ചവർ പറഞ്ഞറിഞ്ഞ് പുതിയ ആളുകൾ വന്ന് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വലിയ ബിസിനസ്സായിട്ട് മാറിക്കോളും എന്നൊക്കെയുള്ള ഒരു പഴയ ഒരു കാലത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും ബിസിനസ്സിനെ ഇന്നത്തെ കാലത്തുള്ള ബിസിനസ്സുകളെ, ഇന്നത്തെ കാലത്തുള്ള റെസ്റ്റോറൻറ്റുകളെ സക്സസ് ആക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ആദ്യം തന്നെ ഇത് തിരിച്ചറിയണം. നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഭക്ഷണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ബട്ട് നല്ല ഭക്ഷണത്തെ എങ്ങനെ നിങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു
അവർ എവിടെയാണുള്ളത് എന്നുള്ളതൊക്കെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നിങ്ങളുടെ ടാർഗറ്റ് ഉപഭോക്താക്കൾ ഉള്ള സ്ഥലങ്ങളെ തേടി പോകുന്ന റെസ്റ്റോറൻറ്റുകളായിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ, അഥവാ അവരുടെ ഇടയിലായിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ്? അതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫുഡ് ട്രാഫിക് ആണ്, അഥവാ കാൽനട യാത്രക്കാർ, അഥവാ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ. അതൊരു പ്രധാന ഘടകമാണ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സാധാരണ ഒരു കാഷ്വൽ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന കസ്റ്റമർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരിക. അപ്പോൾ അവരെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർ കാൽനട എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ട്രാഫിക്, അത് ചിലപ്പം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവാം, നടന്നു പോകുന്ന യാത്രക്കാരുള്ള ലൊക്കേഷനുകളായിരിക്കാം. പല രൂപത്തിലുള്ള ലൊക്കേഷനുകൾക്ക് പല വേരിയേഷൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൂടെ എപ്പോഴും ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ഫ്ലോ ഉള്ള ലൊക്കേഷനുകൾ നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എങ്ങനെയുള്ള ആളുകളായിരിക്കണം? അവിടെയും പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഫോം ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്? അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഘടകങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അവർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൂടെയുള്ള ഫ്ലോ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ലൊക്കേഷനുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അവർ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം അവരുടെ ഫ്ലോ എങ്ങോട്ടാണ് അവരുടെ ഫ്ലോ, എങ്ങനെയാണ് അവരുടെ യാത്രകൾ, എവിടേക്ക് പോകുന്ന ആളുകളാണ് അവർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ലൊക്കേഷനുകളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ് മോഡലിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള കസ്റ്റമറാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ പിന്നെ ജോലിക്കാരായിരിക്കാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കേണ്ടതുണ്ട്. ഇത് പരിഗണിച്ച് ആരാണോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രൂപത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചായിരിക്കണം അവരുടെ നിങ്ങളുടെ ലൊക്കേഷനുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരിഗണിക്കാതെ പോകുമ്പോൾ ആ ലൊക്കേഷനുകളൊക്കെ ഫെയിലിയർ ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരില്ലാത്ത ഏരിയയിൽ പോയിട്ടാണ് നിങ്ങൾ ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അവരെ നിങ്ങൾക്ക് അവിടെ എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ലൊക്കേഷനുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പല ലൊക്കേഷനുകളും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അവരെ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ ആരംഭിക്കും. പക്ഷെ അവിടെ മാർക്കറ്റിംഗ് ഫെയിലിയർ ആയി കഴിയുമ്പോഴേക്ക് ആ ലൊക്കേഷനിലേക്ക് ആളുകൾ വരാതെ ആവും. പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മാർക്കറ്റിംഗ് ഫെയിലിയർ ആവുന്നത് മാത്രമല്ല, അവരുടെ ആക്സസിബിലിറ്റി, അവർക്ക് അവിടെ എത്താനുള്ള റോഡിന്റെ സൗകര്യങ്ങൾ കുറവുണ്ടാവും, ഇല്ലേ? അതേപോലെ അവരവിടെ എത്തുന്ന ആ ഒരു ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിന് മുമ്പ് തന്നെ വരികയും അവരെ ഈ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസിനെ കളക്ട് ചെയ്ത് പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിന് പരിഗണിക്കേണ്ടതുണ്ട് ലൊക്കേഷനുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ടാർഗറ്റ് ഓഡിയൻസ് ഏത് ലൊക്കേഷനിലാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനുമായിട്ടാണോ അവർ കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നത്, ആ ലൊക്കേഷനുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പല സമയത്തും നമ്മൾ പരിഗണിക്കാറില്ല. പകരം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കിട്ടും ചിലപ്പോൾ.
ഇല്ലേ? ലൊക്കേഷന് ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കാം. അപ്പം നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിട്ട് അവിടുത്തെ ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് പോയിട്ട് ഒരു എഗ്രിമെൻ്റ് അങ്ങ് സൈൻ ചെയ്യും. കാരണം എന്താ, അവിടെ വേറെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല ബിൽഡിംഗ് ആണ്, നല്ല ആംബിയൻസ് ആണ്, നമുക്ക് റെന്റ് കുറച്ച് കുറവാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെക്കുന്ന നമ്മളുടെ ഉൽപ്പന്നങ്ങളെ വാങ്ങാൻ തയ്യാറുള്ള കസ്റ്റമർ ആയിരിക്കില്ല അവിടെ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കുള്ള ഫുട്ഫാള് കുറയും, കസ്റ്റമറുടെ ആക്സസിബിലിറ്റി കുറയും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫെയിലിയർ ആവും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വാടക കുറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് കാർ പാർക്കിംഗ് ഉള്ളതോ മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അവിടെ എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക? നമ്മളുടെ ഏരിയയിൽ ഈ ടാർഗറ്റ് ഓഡിയൻസുകൾ ഉണ്ടോ, അവർ നമ്മുടെ ലൊക്കേഷനെ മാച്ച് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. കാരണം ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ. കാരണം ആളുകൾക്ക് വളരെ വലിയ പ്രതീക്ഷകളാണ് ഓരോ നേരത്തെയും ഫുഡുകൾ കഴിക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകളെ നിങ്ങൾ പരിഗണിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷ. ഫസ്റ്റ് തന്നെ കയറി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്താ, ഇല്ലേ? ഒന്നാമത്തെ ചോദ്യം അതാണ്, നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ, അല്ലെ നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ് ഏതാണ്, നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് ടാർഗറ്റ് ഓഡിയൻസ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ തന്നെ അവർ നമ്മളിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാ. അപ്പോൾ അവർക്ക് വേണ്ട, അവരുദ്ദേശിക്കുന്ന സിഗ്നേച്ചർ ഡിഷസുകൾ എന്ത് പ്രിഫറൻസ് ആണ് അവർക്കുള്ളത്, ഇത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലുള്ള ടേസ്റ്റോ പ്രസന്റേഷനോ ആംബിയൻസുകളോ ഒന്നും ആയിരിക്കില്ല വേണ്ടത്, അല്ലേ? അപ്പോൾ ആളുകൾക്കുള്ള പല പ്രിഫറൻസുകളുണ്ട്. ഈ പ്രിഫറൻസുകളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ വിളമ്പാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ അതങ്ങ് പ്രിപ്പയർ ചെയ്യുന്നു, അത് വെച്ചിട്ട് നിങ്ങൾ റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ട്, ഇല്ലേ? നമ്മളുടെ വിപണിയിൽ നമ്മൾ പഠിക്കും, നമ്മൾ ഇന്ന ഒരു ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഈ ലൊക്കേഷൻ നമ്മൾ നല്ല നല്ല സ്ഥലമാണ്, നല്ല കാർ പാർക്കിംഗ് ഉണ്ട്, നമ്മുടെ വലിയൊരു വാടക വരുന്നില്ല, വാടക എന്ത് ചെയ്തു, അത്യാവശ്യം വാടക നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള വാടകയാണ്, നല്ല ജീവനക്കാരെ കിട്ടാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ്, റോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ആണ്, വാഹന സൗകര്യമുണ്ട്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ പരിഗണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു മാർക്കറ്റ് സ്റ്റഡി കൂടി നമ്മൾ നടത്തും. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡ് ഈ ഏരിയയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കഴിയുമോ, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ പോയിട്ട് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ഒരു നോൺ വെജ് വിഭവത്തിന്റെ ഒരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് കരുതാം. അതിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒരു വിഭവങ്ങളായിരിക്കാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ അവിടെ നോൺ വെജ് കഴിക്കുന്ന ആളുകൾ കുറവുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ എത്തിയത് എങ്കിൽ നമ്മളിത് പരിഗണിക്കപ്പെടുന്നില്ല, ആദ്യം പഠിക്കുന്നില്ല എങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും. കാരണം എന്താ, അവിടെയുള്ള ആളുകൾ നോൺ വെജ് ചിലപ്പോൾ അത്രത്തോളം സ്വീകരിക്കുന്നുണ്ടാവില്ല, അവരുടെ പ്രിഫറൻസിൽ അത് ഉണ്ടാവില്ല. അവർ വെജിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ഫുഡുകളായിരിക്കാം ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ചിക്കനിലുള്ള സ്പെഷ്യാലിറ്റി വിഭവങ്ങളായിരിക്കാം അവർക്ക് കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ബീഫിലുള്ള ഐറ്റംസുകളായിരിക്കാം അവർ കൂടുതൽ ആക്സസ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, മുൻകൂട്ടി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ വിഭവങ്ങളെ ഫൈനലൈസ് ചെയ്യാൻ, ഇല്ലേ?
നമ്മൾക്കുള്ള കഴിവുകളെ അല്ലെ നമ്മളുടെ പാഷനെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യല്ല വേണ്ടത്. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ പ്രിഫറൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിനനുസരിച്ച് നമ്മളുടെ പാഷനെ അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുകളെ അല്ലെങ്കിൽ നമ്മൾ രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മെനുകളെ, റെസിപ്പികളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റങ്ങൾക്ക് വിധേയമാക്കണം. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കി ആ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള ലൊക്കേഷനുകളിൽ അല്ലെങ്കിൽ അവരെത്തിച്ചേരാൻ സാധ്യതയുള്ള ലൊക്കേഷനുകളിലേക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിന് ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇത് മാത്രം പോരാ. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ചിക്കൻ്റെ ഐറ്റംസുകൾ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ബീഫിൻ്റെ ഐറ്റംസുകൾ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വെജ് ഐറ്റംസുകളിൽ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കാം. അതിനനുസരിച്ച് നമ്മൾ ബിസിനസ് മോഡൽ സെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൈസിങ്ങിലൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിച്ചു. ആദ്യം ചിലപ്പോൾ ഒരു 1 മന്ത്, ഒരു 30 ഡേയ്സ് അല്ലെ 60 ഡേയ്സ് നല്ല ഫ്ലോ വന്നു. പിന്നെ കസ്റ്റമർ കുറഞ്ഞ് വന്ന് ബിസിനസ് എന്ത് ചെയ്യും, ഡൗൺ സ്റ്റേജിലേക്ക് പോകും, ഇല്ലേ? ഇന്ന് ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ ഒരു 60-70% ബിസിനസ്സുകൾക്കും സംഭവിക്കുന്നതാണ്. ആദ്യത്തെ 60 അല്ലെങ്കിൽ 90 ദിവസം നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യും, നല്ല പ്രൈസിങ്ങിൽ, നല്ല കോസ്റ്റൊക്കെ ചാർജ് ചെയ്ത് നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യും. 90 ദിവസം കഴിയുമ്പോഴേക്ക് ആ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമർ ഇല്ലാത്ത അവസ്ഥ രൂപപ്പെട്ടു തുടങ്ങും. പിന്നെ വളരെ പെട്ടെന്നാണ് ആ ബിസിനസ് ഡൗൺ ആയി പോകുന്നത്. കാരണം തുടങ്ങിയ അന്ന് മുതൽ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ഒരു മാറ്റവും ആ റെസ്റ്റോറൻറ്റിന് സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ 90 ദിവസം കഴിയുമ്പോഴേക്ക് ആ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമർ എന്ത് ചെയ്യും, വിട്ടുപോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വിട്ടുപോകുന്ന കസ്റ്റമർ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം എന്താ, അവരുടെ സ്പെൻഡിങ് പവർ, നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ ടാർഗറ്റ് ലൊക്കേഷനിൽ നിങ്ങളുടെ കസ്റ്റമറെ, നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ സ്പെൻഡിങ് പവർ കുറവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കസ്റ്റമറുടെ പ്രിഫറൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പരിഗണിച്ചില്ല, നിങ്ങളുടെ കസ്റ്റമറുടെ സ്പെൻഡിങ് പവർ. അവർ എത്ര രൂപ അവരുടെ ഡൈനിങ്ങിന് വേണ്ടി ചിലവഴിക്കാൻ കഴിവുള്ള ആളുകളാണ്, അവരുടെ വരുമാനം എത്രയാണ്, അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ് എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. ഇത് ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അവർ എത്ര രൂപ വരെ ഓരോ ഡൈനിങ്ങിനും ചെലവഴിക്കാൻ തയ്യാറുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിലും അതിനനുസരിച്ചുള്ള ഒരു മെനു സ്ട്രക്ചറുമായിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഫോം ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള ലൊക്കേഷനുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഒരു പ്രീമിയം മെനൂസിലൂടെയാണ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള സ്പെൻഡിങ് പവറുള്ള നല്ല അങ്ങനത്തെ ലൊക്കേഷനുകളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. അതല്ല നിങ്ങളൊരു മിഡിൽ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മിഡിൽ ക്ലാസ് ബിസിനസിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാണ്, മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് ക്വാളിറ്റിയിലും അവരെന്താണ് അവെയറാണ്, അവരുടെ പ്രൈസിങ്ങിലും അവെയർ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ക്വാളിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈസിങ് നിങ്ങൾക്ക് ചാർജ് ചെയ്യുക എന്നുള്ളത് മിഡിൽ ക്ലാസിന്റെ ബിസിനസിന്റെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട സ്ട്രാറ്റജികൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിനെ ഫോം ചെയ്യേണ്ടതുണ്ട്, മോഡൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമ്മൾ ഫോം ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൊക്കേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് വൺ ആക്സസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ പാർക്കിംഗ് ഒക്കെ എന്ന് നമ്മൾ പറയൂ അല്ലേ. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കുള്ള കടന്നു വരാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇന്ന് വാഹനമില്ലാതെ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ബൈക്ക്, കാറ് ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് വാഹനങ്ങളുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊരു ഡൈനിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 80%-ലധികം ആളുകളും 90%-ഓളം ആളുകളും സ്വന്തം വാഹനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ
ഷോപ്പിനെ ഒരു ഷോപ്പ് ഫ്രണ്ട് നമുക്ക് കൃത്യമായിട്ടും എന്ത് ചെയ്യണം, നല്ല വിസിബിലിറ്റിയിൽ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ചില സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. നിങ്ങളുടെ പല ആളുകളുടെയും റെസ്റ്റോറൻറ്റുകളെ നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. ചിലപ്പോൾ എന്തായിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മറവിലായിരിക്കാം ഈ റെസ്റ്റോറൻറ്റ് നിലനിൽക്കുന്നുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഷോപ്പിൻ്റെ ഭംഗിയും അതിലേക്കുള്ള ആകർഷിക്കപ്പെടാനുള്ള മറ്റുള്ള ഘടകങ്ങളൊന്നും ഈ കസ്റ്റമർക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. ഒരു ബോർഡ് മാത്രം കാണും, ഒരു സൈൻ ബോർഡ് മാത്രം പുറത്തേക്ക് കാണും. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിസിബിലിറ്റി ഒരു വലിയൊരു ഘടകമാണ്. അവർക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഫേസ് അവർക്ക് കൃത്യമായിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഷോപ്പ് ഫ്രണ്ട് വ്യക്തമായിട്ട് കാണുകയും അവിടെ നല്ല ഭംഗിയിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഭക്ഷണവും നല്ല ആംബിയൻസും എനിക്ക് കിട്ടുമെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വിസിബിലിറ്റി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം നമ്മളൊന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഈ ഫുട്ഫാൾ എന്ന് പറയുന്ന ഘടകം, അഥവാ ഡയറക്റ്റ് വാക്കിങ്സ് ആയിട്ടും അല്ലെങ്കിൽ ട്രാഫിക് ആയിട്ടും കടന്നു വരുന്ന വാഹനങ്ങളിലൂടെയും കടന്നു വരുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആകർഷിച്ച് നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇതൊരു വലിയ മാർക്കറ്റിംഗ് ടൂൾ കൂടിയാണിത്. ഇന്ന് റെസ്റ്റോറൻറ്റുകൾ സക്സസ് ആകുന്നതിൻ്റെ ഏകദേശം ഒരു 40 മുതൽ 60% വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഷോപ്പ് ഫ്രണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഘടകമാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു പറയുന്ന ഘടകത്തിൻ്റെ അടുത്തൊരു പോയിന്റാണ് ആക്സസിബിലിറ്റി. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വാഹനത്തിലോ അല്ലെങ്കിൽ ഒരു നടന്നോ വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സ്മൂത്തായിട്ട് അവരുടെ യാത്രയെ യാതൊരു വിധത്തിലും ബ്ലോക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോവാത്ത രൂപത്തിലുള്ള ഒരു വഴി സൗകര്യം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് അവർക്ക് കിട്ടണം. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ചിലപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറിയിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവേണ്ട പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ. റെസ്റ്റോറൻറ്റ് നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ടാവും, റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല, പക്ഷെ അതിൻ്റെ വഴി കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ ഒക്കെ പോയിട്ട് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോയി അവരുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ വിശാലമായിരിക്കും. ഓക്കെ, അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ആണെങ്കിൽ കൂടി അവിടേക്കുള്ള ആ ഒരു വഴി വളരെ ഇടുങ്ങിയ വഴിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ, ഒരു തവണ വന്നപ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടൊന്ന് കരുതാം. എന്തായിരിക്കും, വണ്ടി കയറി വരുന്ന സമയത്ത് മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് ഇറങ്ങിപ്പോകുന്നു, അവിടെ ഒരു ബ്ലോക്കായി, പിന്നെ അത് റിവേഴ്സ് എടുത്തു, മറ്റേ വണ്ടിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, എന്നിട്ട് വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോകേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യില്ല, പിന്നീട് ആ റെസ്റ്റോറൻറ്റിനെ പരിഗണിക്കുന്നതിലേക്ക് അവർക്ക് പ്രയാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ നമ്മളുടെ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇത് നല്ല കസ്റ്റമറെ അഥവാ സ്പെൻഡിങ് പവർ കൂടിയ കസ്റ്റമറെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് കൃത്യമായിട്ട് കടന്നു വരാനുള്ള നല്ല വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പ് ഫ്രണ്ട് കാണാനും ഷോപ്പ് ഫ്രണ്ടിൽ തന്നെ വാഹനങ്ങളെ പാർക്ക് ചെയ്യിക്കാനുള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടികളാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഷോപ്പ് ഫ്രണ്ടിൽ തന്നെ വാഹനങ്ങൾ വരികയും ഡയറക്റ്റ് അവിടെ പാർക്ക് ചെയ്യും, അത് കണ്ടുകൊണ്ട് വരുന്ന മറ്റു വാഹനങ്ങളെ അവിടേക്ക് പാർക്ക് ചെയ്യാൻ ആകർഷിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുഡ് ട്രാഫിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. ഷോപ്പ് ഫ്രണ്ട് മാർക്കറ്റിംഗ് രീതിയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഷോപ്പ് ഫ്രണ്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സൗകര്യമുള്ള ലൊക്കേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷനുകളാണ് എപ്പോഴും സക്സസ് ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണാറുള്ളത്. അതേസമയം പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് വാലറ്റ് പാർക്കിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാർക്കിംഗ് ബിൽഡിങ്ങിന്റെ പുറകിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത 2 ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും.
പാർക്കിംഗ് ഇല്ലാത്ത പ്രശ്നമല്ല. പക്ഷെ പാർക്കിങ്ങിലേക്കുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മളുടെ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അവിടെ തന്നെ ഇറങ്ങി നേരെ ഭക്ഷണം കഴിച്ചു അതിൽ തന്നെ കയറി യാത്ര തിരിച്ചു തുടരുന്ന ഒരു കസ്റ്റമറുടെ ഒരു ഫീല്, ആ ഫീല് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പല കസ്റ്റമറും എന്ത് ചെയ്യും, ഈ ഒരു കാരണം കൊണ്ട് മാത്രം ആ റെസ്റ്റോറൻറ്റിനെ സ്വീകരിക്കാതെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പാർക്കിംഗ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്ന വഴിയുടെ പ്രശ്നം, അതേപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ പാർക്ക് ചെയ്യാനുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഷോപ്പ് ഫ്രണ്ടിൽ വാഹനം പാർക്ക് ചെയ്തത് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ വാഹനങ്ങൾ നിർത്താൻ സൗകര്യമില്ല എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് യാത്ര തുടരുന്ന ട്രാഫിക് അഥവാ ഫുഡ് ട്രാഫിക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ലൊക്കേഷനിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ലൊക്കേഷൻ ഫെയിലിയറിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, ചില ഏരിയകളൊക്കെ ഒരു ഫുഡ് ഹബ്ബായിട്ട് വളർന്നു വരുന്നത് കാണാറുണ്ട് അല്ലേ. ഫുഡ് ഹബ്ബായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഓരോ ഏരിയകൾ വരുന്നത് കാണാറുണ്ട്. ഇത് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പരിഗണിക്കണം. ചില ഫുഡിൻ്റെ ഏരിയകളായിട്ട് വളർന്നു വരുന്ന ലൊക്കേഷനുകളുണ്ട്, പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, വലിയ കോമ്പറ്റീഷൻ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. വില കുറച്ചുകൊണ്ടും കസ്റ്റമർക്ക് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതല്ലാത്ത കോമ്പറ്റീഷനുകളൊക്കെ അതിൻ്റെ ഇടയിൽ വരാനുള്ള സാധ്യത വർദ്ധിക്കും. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളുടെ ബിസിനസ് ഒരു സെപ്പറേറ്റ് ഒരു ലൊക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ നമ്മളുടെ കസ്റ്റമർ എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന കസ്റ്റമർ കംപ്ലീറ്റ് നമ്മളുടെ കസ്റ്റമറാണ് അല്ലേ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ കരുതുന്നു. അതേസമയം നിങ്ങളൊരു ഫുഡിൻ്റെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന ഒരു വിപണിയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കസ്റ്റമർ അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് സംഭവിക്കാം, അവരുടെ ഒരു തോട്ടിന് ഒരു ഷിഫ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം അവിടെ എത്തുമ്പോൾ മറ്റൊരു ബിസിനസ് നടത്തുന്ന ആള് അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അവരെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വർദ്ധിക്കും. കാരണം നമ്മൾ എല്ലാ ഘട്ടങ്ങളെയും നമ്മൾ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മളൊരു സെപ്പറേറ്റ് ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, അവിടേക്ക് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തു, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തു, ബ്രെയിൻ സ്റ്റോം ചെയ്തു, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അവർ നിങ്ങളുടെ ബിസിനസ്സിനെ മാത്രം പരിഗണിച്ച് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരാൾക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അതേസമയം നിങ്ങൾ ഒരുപാട് ബിസിനസ് നിലനിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് നിങ്ങളുടെ കസ്റ്റമറെ എത്തിക്കുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, മറ്റുള്ളൊരു കോമ്പറ്റീറ്റർ നമ്മളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രം വേണം നമ്മളുടെ ലൊക്കേഷൻ എവിടെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ചിലപ്പോൾ ചില ആളുകളൊക്കെ പരിഗണിക്കാറില്ല, ഒരുപാട് ഫുഡ് ഹബ്ബായിട്ട് വന്ന ഒരുപാട് ഫുഡ് ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്, അപ്പം കംപ്ലീറ്റ് ആളുകളൊക്കെ അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ബിസിനസ് ആരംഭിക്കുക. ബിസിനസ് ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ട് തുടങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഓക്കെ, ദെൻ അടുത്തത്, ഒരേ വിപണിയിൽ നമ്മൾ ഫുഡ് ഹബ്ബ് പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് ആരംഭിക്കും ഇല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അവിടെ അതേ മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് പറയാം, നമ്മളിപ്പോൾ കുഴിമന്തി, ഈ കുഴിമന്തി എന്ന് പറയുന്ന ഈ ബിസിനസ്സിന്റെ മാർക്കറ്റ് ട്രെൻഡിനെ വിലയിരുത്തി ആളുകൾ എന്ത് ചെയ്യും, ഈ ഫുഡ് ഹബ്ബ് നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുഴിമന്തി ഷോപ്പുകൾ അങ്ങ് ആരംഭിക്കും. അവിടെ എന്താ ചെയ്യുക, അവിടെ വരുന്ന ബിസിനസ്സുകളെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിലേക്ക് അത് ബിസിനസ്സിനെ ബാധിക്കും ഇല്ലേ.
അപ്പോൾ അതല്ലാത്ത പിന്നെ ഫുഡുകളെ പിന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവാം. പക്ഷേ അവർക്ക് ചോയ്സ് കൊടുക്കാനില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത്? കുഴിമന്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഴിമന്തി എന്ത് ചെയ്യും? അവിടുത്തെ കുഴിമന്തിയിലേക്ക് ബിസിനസ്സുകൾ എന്ത് ചെയ്യും? അത് പരിഗണിക്കുന്ന ആളുകൾ കുഴിമന്തിയുടെ ഷോപ്പുകളിലേക്ക് ബിസിനസ് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് പരിഗണിക്കുമ്പോൾ നമ്മളെ വ്യത്യസ്തമായിട്ട് നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കണം. കാരണം ഒരേ രൂപത്തിലുള്ള ബിസിനസ് ആവരുത് നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡ് ഹബ്ബ് പോലുള്ള ലൊക്കേഷനുകളിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ. നമ്മളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് എങ്ങനെ വ്യത്യസ്തമായിട്ട് നിലനിർത്താം. അങ്ങനെ വ്യത്യസ്തമായിട്ട് നിലനിർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മളുടെ ബിസിനസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അവർ നമ്മളുടെ റിപ്പീറ്റഡ് കസ്റ്റമറായിട്ട് മാറും. അപ്പം നമ്മുടെ ആ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലേ? അല്ലാതെ നമ്മളൊരു മാർക്കറ്റ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവിടെയുള്ള മറ്റുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന അതേ ബിസിനസ്സിനെ പോയിട്ട് നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യരുത്. അതിനെ വ്യത്യസ്തമായിട്ട് നമ്മൾ പരിഗണിക്കുക. ആ വ്യത്യസ്തത ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുക? യുണീക്കായിട്ട് മാറ്റിക്കൊണ്ട് കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അവർക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ അതിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. പക്ഷേ അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോസ്റ്റും അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും, ചെലവും നമ്മളുടെ പിന്നെ ലാഭവും എന്നുള്ളത് ലൊക്കേഷന് പരിഗണിക്കപ്പെടുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പ്രൈം ലൊക്കേഷനുകളിലായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലേ? നല്ല ലൊക്കേഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വാടക പിന്നെ വരുമാനത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ നമ്മുടെ ഒരു പിന്നെ ആവറേജ് നോക്കാതെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വാടക കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ പരിഗണിക്കപ്പെടും ചിലപ്പോൾ. കാരണം എന്താണ് അതിനുള്ള കാരണം? ഇവിടെ ഒരു പ്രൈം ലൊക്കേഷനാണ്. അതാണ് ബിൽഡിംഗ് ഓണർ നിങ്ങളോട് പറയാം, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം ലൊക്കേഷനാണ്. ഒരു ദിവസം 1,00,000 ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറയും നിങ്ങളോട്. നല്ല റഷുള്ള ഏരിയ ആയിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ദിവസം ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സിന് ഒരു പരിധിയുണ്ട്. ആ ബിസിനസ്സിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ ചെയ്യാൻ കഴിയില്ല. ലൊക്കേഷൻ എത്രത്തോളം ആൾ വന്നു കഴിഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന എല്ലാവരും ഒന്നും നിങ്ങളുടെ ആരല്ല, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. അത് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മുടെ റെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അതേപോലെ തന്നെ ഈ പ്രൈം ലൊക്കേഷനുകളിൽ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് കിട്ടേണ്ട അസംസ്കൃത വസ്തുക്കൾക്കും എന്തായിരിക്കാം? വില വർധനവുണ്ടാവും. അവിടെ വലിയ വിലയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ചില പ്രൈം ലൊക്കേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ഇതിലേക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ട നമ്മളുടെ വെണ്ടേഴ്സിൽ നിന്ന് കിട്ടേണ്ട ഉൽപ്പന്നങ്ങൾക്കും അവിടെ എന്ത് ചെയ്യും? വില വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള ഘടകങ്ങളാണ്. ഞാൻ പിന്നെ ലാസ്റ്റ് ടൈം ഒരു മീറ്റിംഗ് നടത്തിയ സമയത്ത് ഒരു കൺസൾട്ടിങ് മീറ്റിംഗ് നടത്തിയ സമയത്ത് എനിക്ക് ആസാമിലാണെന്ന് തോന്നുന്നു, ആസാമിലുള്ള ഒരു മലയാളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉടമ ഞാനുമായിട്ട് മീറ്റിംഗ് ഇരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, നമ്മളിവിടെയൊക്കെ ഉള്ള വെജിറ്റബിളൊക്കെ കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി വില അവർക്ക് ആസാമിലൊക്കെ വെജിറ്റബിളിന് വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ ലൊക്കേഷനുകളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു. കേരളത്തിലൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്സ്പെൻസ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടത്തേക്കാൾ കുറച്ച് വില കൂടുതൽ അവരുടെ വിൽപ്പനയിൽ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും പക്ഷെ അതിനനുസരിച്ച് ഈ പറയുന്ന റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നതനുസരിച്ച് അവരുടെ വിപണിയിൽ അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അന്ന് കൺസൾട്ടിങ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ടിപ്സുകൾ ഞാൻ അന്ന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ചെലവുകൾ ചുരുക്കി കൊണ്ടുവന്നപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇപ്പം ബിസിനസ് ഒരു ഫീസിബിൾ ആയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് അത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ചില ലൊക്കേഷനുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ആ ലൊക്കേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഒരു വെജിറ്റബിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ. ഇതേപോലെ നമുക്ക് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. റെന്റ്, ഈ പറയുന്ന റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ വലുതാവും. മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ലൊക്കേഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ചില ലൊക്കേഷനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചിലപ്പം വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനൊന്നും ആയിരിക്കില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ആ ലൊക്കേഷനിലേക്ക് ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ആ ലൊക്കേഷനിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മുടക്കുന്ന വാടകയേക്കാൾ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ മാർക്കറ്റിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും, കസ്റ്റമറുടെ ഫ്ലോ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുത്താലും മതി. നിങ്ങൾ അവിടെ എന്തായിരിക്കും, റെന്റ് വളരെ കുറവായിരിക്കും. അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമറെ ആകർഷിച്ച് അവിടേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന ബിസിനസ്സിനുള്ള ഒരു പ്രത്യേകത കൂടി ഇതാണ്. എന്താണ്, നിങ്ങളുടെ മാത്രം കസ്റ്റമർ ആയിട്ടാണ് അവരവിടെ എത്തുക. അവരവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ മാത്രമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, നിങ്ങളെ വരുമാനം വളരെ വലുതായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പ്ലോഷണൽ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഒരു വലിയ ഒരു പ്രൈം ലൊക്കേഷൻ നോക്കുന്നതിനേക്കാൾ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ പറയുന്ന ലൊക്കേഷനുകൾ, അഥവാ റെന്റ് കുറഞ്ഞിട്ടുള്ള ലൊക്കേഷനുകൾ നമ്മൾ എടുത്ത് അവിടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടേക്ക് കസ്റ്റമർ എത്തിയിട്ട് ബിസിനസ് ചെയ്യുന്നത്. ഇതൊരു ലോങ് ടൈം ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് നിലനിർത്താനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പരിഗണിച്ച 5 പോയിന്റുകൾ, ഒന്ന് ഫുഡ് ട്രാഫിക് ആണ്. നിങ്ങളുടെ ട്രാഫിക്, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ട്രാഫിക്കിനെ നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഘടകമാണ്. നിലവിലുള്ള ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ഇത് പരിഗണിക്കുക. നിങ്ങളുടെ ബിസിനസ്സിന് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഈ 5 പോയിന്റുകൾ നിങ്ങൾ വിലയിരുത്തുക. ഒന്ന്, ഫുഡ് ട്രാഫിക്. 2, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളുടെ ലൊക്കേഷനിലുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തത് നിങ്ങളുടെ ആക്സസിബിലിറ്റി ആണ്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക. അവർ വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടോ, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഫ്രണ്ടിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് ഒരു പ്രധാന ഹബ്ബായിട്ട് മാറും ആളുകൾക്ക്. കാരണം അവരേറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ആ റെസ്റ്റോറൻറ്റ് മാറുന്നത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് മുമ്പിൽ തന്നെ കാറിന് പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 4ാമത്തെ പോയിന്റ് കോമ്പറ്റീഷനാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചില ഫുഡ് ഹബ്ബുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്ന അവസ്ഥ, നിങ്ങളുടെ ലൊക്കേഷനുകൾ തിരഞ്ഞെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ കോമ്പറ്റീഷൻ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കണം. അവിടെ മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റ് ട്രെൻഡുകളെ നമ്മൾ പരിഗണിക്കപ്പെടണം. മാർക്കറ്റ് ട്രെൻഡ് പരിഗണിക്കുമ്പോൾ ഒരേപോലെയുള്ള മെനുകൾ സപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളായിട്ട് നമ്മളുടെ റെസ്റ്റോറൻറ്റും മാറാൻ പാടില്ല. നമ്മുടെ റെസ്റ്റോറൻറ്റിന് ചില യുണീക്കായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം, ഭക്ഷണത്തിലും നമ്മൾ കൊടുക്കുന്ന സർവീസിലും. ഓക്കെ. അതിനനുസരിച്ചുള്ള ലൊക്കേഷനുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ 5ാമത്തെ പോയിന്റ്, നമ്മുടെ ചെലവ് ചുരുക്കാൻ കഴിയുന്നതും നമുക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലൊക്കേഷനുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് റെന്റ് കുറവുള്ളതും നമ്മുടെ റോ മെറ്റീരിയലുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളതും നമുക്ക് നമ്മളുടെ വിൽപ്പന വിലയെ അനുപാതമായിട്ടുള്ള വിലയ്ക്ക് നമ്മളുടെ മെറ്റീരിയലുകൾ കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വിപണിയിലായിരിക്കണം നമ്മൾ നിലനിൽക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൊക്കേഷനുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ, നിങ്ങൾ ഈ 5 കാര്യങ്ങളെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ
നിങ്ങളൊരു റിസർച്ച് ആൻഡ് അനലൈസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഇതൊരു സിമ്പിൾ ടാസ്ക് അല്ല. റെസ്റ്റോറൻറ്റ് പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു പഠനവും നടത്താതെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ നിൽക്കുന്ന ലൊക്കേഷനെ കുറിച്ചും നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന റെസിപ്പികളെ കുറിച്ചും നമുക്ക് യാതൊരു ധാരണയില്ല. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ലൊക്കേഷൻ കിട്ടും, അവിടെ പോയിട്ട് നമ്മളങ്ങ് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുക ചെയ്യുക. നമുക്കത് ഉണ്ടാക്കാൻ കഴിയുന്ന ഫുഡ്, നമ്മൾ പരിഗണിച്ച ഫുഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കുക്കിനെയും കിട്ടും. ആ കുക്കിനെയും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിക്കുക ചെയ്യുക. ഇങ്ങനെ ആരംഭിക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് എന്ത് സംഭവിക്കും, റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു വരേണ്ടതായിട്ടുള്ള കസ്റ്റമർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിപ്പെടാതിരിക്കും. അതാണ് ഫുട്ഫാൾ കുറയുക എന്ന് പറയുന്നത്. കാരണം അതിന് കാരണമുണ്ട്. നിങ്ങൾ പരിഗണിച്ച നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ലൊക്കേഷന് അനുകൂലമായിട്ടുള്ള ആളുകളല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർച്ച് ആൻഡ് അനലൈസിസ് ഈ ഒരു പറയുന്ന കാര്യം നമ്മൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഇപ്പോൾ നടത്തുന്ന ആളാണെങ്കിലും നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പരിഗണിക്കണം. പരിഗണിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് വിജയകരമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് അനുകൂലമായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ ടോപ്പിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളെ ചതിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിങ്ങളെ ചതിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലമാണോ എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വിലയിരുത്തി അത് നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് നിങ്ങളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളാണെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും അതിനുള്ള റിസർച്ച് ചെയ്ത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നിങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. കാരണം ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സക്സസ് ആക്കുക എന്നുള്ളത് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. കാരണം അതിന് പരിഗണിക്കപ്പെടേണ്ട സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ലൊക്കേഷനാണ്, മറ്റൊന്ന് മെനു എഞ്ചിനീയറിംഗ് ആണ്, മറ്റൊന്ന് നിങ്ങളുടെ SOPകളാണ്, മറ്റൊന്ന് നിങ്ങളുടെ സ്റ്റാഫ് മാനേജ്മെൻ്റ് ആണ്, മറ്റൊന്ന് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണ്. ഈ പറയുന്ന 5 ഘടകങ്ങളെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ മാത്രമേ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ നല്ല ഫുഡ് കൊടുത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ കഴിയില്ല. ഇന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, നല്ല ബിസിനസ് നടന്നിട്ടും 1 രൂപ പോലും പ്രോഫിറ്റ് എടുക്കാൻ കഴിയാതെ മന്ത് എൻഡ് വരുന്ന സമയത്തേക്ക് വീണ്ടും അവരുടെ ക്യാഷ് ഫ്ലോ കുറഞ്ഞിട്ട് വീണ്ടും ഫണ്ട് പമ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മെനു എഞ്ചിനീയറിംഗിലുള്ള പരാജയമാണ്. കാരണം അവർക്ക് ഏതൊക്കെ മെനുകളാണ് അവർക്ക് പ്രോഫിറ്റ് തരുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ബിസിനസ് ചെയ്യുകയും ആ ബിസിനസ്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു റെസ്റ്റോറൻറ്റിനും വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ബിസ് ബ്രാൻഡ് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഓക്കെ, താങ്ക് യു. അടുത്ത മറ്റു നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം.